മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ കിട്ടിയതോടെ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഭൂരിഭാഗം ജനങ്ങളും. തങ്ങൾ അത്രയേറെ കാത്തിരുന്ന ഒന്ന് സഫലമായതിൻ്റെ സായുജ്യത്തിലാണവർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണങ്ങളും ഇടപെടലുകളുമാണ്. തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവിനെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും കേരള ജനത കണ്ടു. 2021 തുടർച്ചയായ 2ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ദയനീയമായി തോറ്റതോടെയാണ് വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവാക്കിയത്. അതിനു പിന്നിലെ ലക്ഷ്യം ഭരണം പിടിക്കുക എന്നതു മാത്രമായിരുന്നു. അത് സതീശൻ നേടിക്കൊടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് താമസിച്ച കന്റോൺമെന്റ് ഹൗസ് പൊതുജനങ്ങൾക്ക് മുന്നിൽ മലർക്കെ തുറന്നു കിടക്കുകയായിരുന്നു. ദിവസവും പ്രവർത്തകരെയും മാധ്യമങ്ങളെയും കൊണ്ട് തിരക്കിലായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി. ആർക്കും എപ്പോഴും കടന്നു ചെല്ലാം, എന്ത് കാര്യവും പറയാം. സാധാരണ സെക്യൂരിറ്റി പരിശോധന മാത്രമേ അവിടെ ഉണ്ടാകൂ. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. ക്ലിഫ് ഹൗസിൻ്റെ 2 കവാടങ്ങളിലും കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ചെക്ക് പോസ്റ്റിന് സമാനമായ പോലീസ് സന്നാഹങ്ങളും പരിശോധനയും. അകത്തേക്ക് പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശിപ്പിക്കൂ. ഈ 10 വർഷക്കാലവും മാധ്യമങ്ങൾക്കുൾപ്പെടെ ക്ലിഫ് ഹൗസിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 2011 മുതൽ 2016 വരെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതായിരുന്നില്ല സ്ഥിതി. മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവേശനമുണ്ടായിരുന്നു. അനാവശ്യമായ പരിശോധനകളോ നിയന്ത്രണങ്ങളോ അവിടെ ഇല്ലായിരുന്നു. അതിന് നേർവിപരീതമായ നിലപാടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റേത്. ഇപ്പോൾ ഏവരും ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നിലപാടാണ്. മുഖ്യമന്ത്രിയായ ശേഷം സതീശനെടുത്ത പല നിലപാടുകൾക്കും വൻ കയ്യടിയാണ് ലഭിക്കുന്നത്. ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള തീരുമാനങ്ങളാണ് അവയെന്നതാണ് കാരണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തൻ്റെ സുരക്ഷയുടെ ഭാഗമായുള്ള വാഹനവ്യൂഹം വെട്ടിക്കുറച്ചത്. നിലവിൽ ഒരു പൈലറ്റും എസ്കോട്ടും മാത്രമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റ് തുറക്കാനും തീരുമാനമെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്ലിഫ് ഹൗസിൻ്റെ കാര്യത്തിൽ സതീശന് എന്ത് തീരുമാനമെടുക്കുമെന്നത് ഏറെ പ്രധാനമാണ്. 10 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശിക്കാനാകുമോ എന്ന കാത്തിരിപ്പിലാണ് എന്തായാലും മാധ്യമപ്രവർത്തകരും സാധാരണക്കാരും.